ഇപ്പോൾ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു സംസാര വിഷയം എന്ന് പറയുന്നത് തൂഫാൻ ഓപ്പറേഷനെ കുറിച്ചാണ്. സർക്കാർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഡ്രഗ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ പല്ലിന് വരുന്ന മാറ്റങ്ങൾ, വായിലുണ്ടാകുന്ന പ്രശ്നങ്ങളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് നിംസ് ഹോസ്പിറ്റലിലെ ഡെന്റിസ്റ്റ് ഡോക്ടർ സുരഭി. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ, അതായത് ഒരു 10th കഴിയുന്ന കുട്ടികൾ മുതൽ, 10th അല്ല അതിന് മുന്നേ ഉള്ള കുട്ടികൾ തന്നെ ഈ സ്റ്റാമ്പ് യൂസ് ചെയ്യുക, അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ പല കാര്യങ്ങളും യൂസ് ചെയ്ത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഒരു ചമ്മലും ഇല്ലാതെയാണ് പരിസരങ്ങളിൽ നിന്നിട്ട് അവരിത് യൂസ് ചെയ്യുന്നതും പോകുന്നതും ഒക്കെ. ഈ ചെറുപ്പത്തിലേ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മളെല്ലാം വായിലൂടെ ആണ്, ഫുഡ് കഴിക്കുന്നതായിരുന്നാലും എല്ലാം നമ്മൾ വായിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ പല്ലിനും നമ്മുടെ മോണയ്ക്കും വരുന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ശരി. അപ്പം ഇപ്പം നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് വളരെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മാവ, ഖൈനി, ഗുഡ്ക അങ്ങനെ പറയുന്ന, അപ്പം ചെറിയ കുട്ടികൾ വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു കണ്ണാടിയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വായ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം അല്ലെങ്കിൽ വേറെ ഒരു കണ്ടീഷനിലോട്ട് എങ്ങനെ പോവാം എന്നത് ഫസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വായയിലാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടികൾ പണ്ട് ഈ കുറച്ച് നാൾ വരെ ഉണ്ടായിരുന്നു ഖൈനി, ഇപ്പോഴും അത് അവൈലബിൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഖൈനിയൊക്കെ ഇവർ വെക്കുന്നത് നമ്മുടെ ഈ വെസ്റ്റിബ്യൂൾ എന്ന് പറയും, ലേബിയൽ വെസ്റ്റിബ്യൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ബക്കൽ വെസ്റ്റിബ്യൂൾ എന്ന് പറയും, ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ കുറേ ഇവർ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഭാഗത്തൊക്കെ നമ്മുടെ എന്താ പറയുക, മഡ് ക്രാക്ക് അപ്പിയറൻസ് എന്ന് പറയും. നമ്മുടെ ചെളി അല്ലെങ്കിൽ ഒരു ഡാമിന്റെ ഏരിയ ഡ്രൈ ആയിട്ട് അവിടെ എങ്ങനെയാ ക്രാക്ക് ആവുന്നത്, ആ ക്രാക്സ് പോലെ നമ്മുടെ ഈ വെസ്റ്റിബ്യൂൾസിൽ വരും. അത് ഈ ഖൈനിയുടെ ഒരു കണ്ടീഷനായിട്ട് പറയാം. അല്ലെങ്കിൽ അവർ പാൻ പരാഗ് പോലത്തതൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ സ്മോക്കിംഗ് ചെയ്താലും കുറേയൊക്കെ സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി തന്നെ പറയാണ് ഇത് നമുക്ക് നല്ലതല്ല, വേണ്ട, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുമെന്ന് കാണിക്കുന്ന സിഗ്നലായിട്ട് സ്മോക്കേഴ്സ് മെലനോസിസ് എന്ന് പറയും. വായന്റെ കവിളില് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരും. എന്നിട്ടും നിർത്തിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ പാൻ പരാഗ് പോലത്തത് എന്നിട്ടും നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ മഡ് ക്രാക്ക് അപ്പിയറൻസ് പിന്നെ പോകുന്നത് ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ പറയും, ലൂക്കോപ്ലേക്കിയ. അപ്പോഴും നമ്മളത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിച്ച് ദെൻ കൺവേർട്ടഡ് ടു എന്താ പറയുക, വേറെ വേറെ ഡിസീസസിൽ പോകാൻ ചാൻസ് ഉണ്ട്. മെയിൻ കുട്ടികളിത് ആദ്യത്തെ, അല്ലെങ്കിൽ ഇപ്പം യൂസ് ചെയ്യുന്ന ആൾക്കാർ ആദ്യം ഇങ്ങനൊക്കെ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ അവർക്ക് പുകച്ചിലും എല്ലാം ഉണ്ടാവും, ചെറിയൊരു സിംറ്റംസ് കാണിക്കും. അവരത് നൈസായിട്ട് അവോയ്ഡ് ചെയ്യും, ഇഗ്നോർ ചെയ്യും. അപ്പോൾ പിന്നീട് അത് വലിയൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ചവയ്ക്കാൻ ബുദ്ധിമുട്ടോ നാവില് നമുക്ക് ഫുഡ് വെച്ചിട്ട് ഫുഡ് ഇറക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് അവർ കൂടുതൽ കൺസേൺ ആയിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോഴത്തേക്കും അത് മേ ബി വേറെ ഒരു കണ്ടീഷനിലോട്ട് പോയിട്ടുണ്ടാവും. ബെറ്റർ എന്ത് ഡിസീസ് ആയാലും നമ്മുടെ വായിൽ ഒരു ചെറിയൊരു സെൻസിറ്റിവിറ്റി പോലും വന്നാൽ, അല്ലെങ്കിൽ ചെറിയൊരു പുകച്ചിൽ പോലും വന്നു കഴിഞ്ഞാൽ ബെറ്റർ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, എന്താണോ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ വേറൊരു കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പല്ലുകളിലെല്ലാം ക്ലാവ് പോലെ പിടിക്കും. പണ്ടുള്ള ആൾക്കാർ നമ്മുടെ മുറുക്കാൻ ചവയ്ക്കുന്ന പോലെ അവർക്കും പല്ലിൽ ഡിസ്കളറേഷനും ക്ലാവും ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ അത് ഈ നോർമൽ മോണരോഗത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്ത് തുടക്കത്തിലേ അവർക്ക് നിർത്താം എന്നുള്ള വില്ലിങ്ങിലാണെങ്കിൽ പല്ല് നോർമൽ ഡെന്റൽ സ്കെയിലിംഗ് ചെയ്ത് പോവാം. ക്ലീൻ ചെയ്തിട്ട് അവർക്ക് നമുക്ക് അഡ്വൈസ് ചെയ്യാം, ഇതൊക്കെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ബെറ്റർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നതാണ് നമ്മൾ പറയുന്നത്. നേരത്തെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കുട്ടികളുടെ ഇടയിൽ ഉണ്ടെന്ന് പറയുന്നത്, ഇവർക്ക് ഈ പുകച്ചിലൊക്കെ വരുമ്പോൾ തന്നെ പാരന്റ്സിനോട് പറയാം. അപ്പോൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണണമെന്ന് പറയുമ്പോൾ അവർ ചിലപ്പം ഇവരെ വഴക്ക് പറഞ്ഞിരിക്കും. അപ്പൊ ഇതൊക്കെ പേടിച്ചിട്ടായിരിക്കും അവർ ഈ ആദ്യ സ്റ്റേജിലേക്ക് വരാനായിട്ട് മടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഡോക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം? അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു, ഈവൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് മാക്സിമം നമ്മളടുത്ത് എത്താൻ നോക്കുക, ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്താൻ നോക്കുക. ഇപ്പം കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരായിരുന്നാലും പല ടൈപ്പ് ഡ്രഗ്സ്, ഇപ്പൊ MDMA ആയിരുന്നാലും എന്തൊക്കെ പല ടൈപ്പ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. എന്തൊക്കെയായിരുന്നാലും അവർക്ക് നമ്മളോട് തുറന്ന് പറയാൻ പറ്റണം. നമ്മളത് അത്രത്തോളം പ്രൈവറ്റ് ആക്കി കീപ്പ് ചെയ്യും. കാരണം ഇവര് എന്തൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളടുത്ത് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകൾ, നമ്മൾ ഒരു പല്ല് പറിക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മരവിപ്പിക്കാൻ എടുക്കുന്ന മരുന്നുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾക്കോ റിയാക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിനൊരു സൈഡ് എഫക്ട് ഉണ്ടാവും. അപ്പം ഇവർ പറയും, ഓക്കെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി നമ്മളിങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെ ഹിസ്റ്ററി ഉണ്ടായിരുന്നെന്ന് നമ്മൾ അറിയത്തില്ല. അപ്പൊ അത് മാക്സിമം നമ്മളോട് പറയാ. അപ്പൊ പാരന്റ്സിന് ഈവൻ പാരന്റ്സിനും കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഡ്രഗിലോട്ട് പോകുന്ന കുട്ടികൾക്കായിരുന്നാലും നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരെ ഒന്ന് ഒരു കാമാക്കി ഒരു കൗൺസിലിംഗ് കൊടുത്ത് നമ്മൾ കുട്ടികളെ ആ ഒരു ഹാബിറ്റിൽ നിന്ന് മാറ്റി വരാനായിട്ട്
ട്രൈ ചെയ്യും തീർച്ചയായും. ഈ ഒരു ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പല്ല് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് എപ്പോഴായിരിക്കും ഡോക്ടർ? പല്ല് പൊടിയുന്ന അവസ്ഥ പറയുമ്പോൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചൂ ചെയ്യുക, ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, അരക്കാനിട്ടൊക്കെ അത്രയും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പം അത്രയും കട്ടികളൊക്കെ ചൂ ചെയ്യുമ്പോൾ മേ ബി അങ്ങനെ ക്രാക്ക് ആവാം. ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം പറയാം ഈ ഇതിന്റെ ഡെപ്പോസിറ്റ്സ് തന്നെ പല്ലിൽ ഇരുന്നിട്ട് മെയിനായിട്ട് മോണരോഗമാണ് ഉണ്ടാവുന്നത്. മോണരോഗം, പിന്നെ വേറെ കണ്ടീഷൻ പറയാം, ചവച്ചിരിക്കുമ്പോൾ ഓറൽ മ്യൂക്കോസൽ ഫൈബ്രോസിസ് എന്ന് പറയും, നമ്മൾ ഫൈബ്രോയിഡ് ആയിപ്പോവും. അപ്പം പിന്നെ ആകുമ്പോൾ ഇവർക്ക് മൗത്ത് ഓപ്പണിംഗ് കുറവായിരിക്കും. അത് കാലക്രമേണയാണ് വരുന്നത്. ഫൈബ്രോസിസ് ആയിട്ട് അവർക്ക് പിന്നെ വായ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ ഒരുപാട് വർഷം മുറുക്കാനൊക്കെ ചവച്ച് വരുന്ന വയസ്സായ ആൾക്കാരിൽ കണ്ടുവരുന്നതാണ്. അപ്പൊ ഇവരെങ്ങനെയാണ് ഈ ഫുഡൊക്കെ കഴിക്കുമ്പോ പിന്നെ എങ്ങനെ ബുദ്ധിമുട്ടായിരിക്കില്ലേ ആ സമയം? പിന്നീട് അതെ, തീർച്ചയായിട്ടും നമുക്ക് പല്ല് പിന്നെ ചിലവർക്ക് പല്ല് തേയ്മാനം സംഭവിച്ചു പോകും. പുറമെ നമ്മുടെ ഇനാമല് തേയ്മാനം സംഭവിച്ച് പല്ലിന്റെ തൊട്ട് താഴെയുള്ള ഡെന്റിൻ ലെയറിൽ വരും. അപ്പോഴത്തേക്കും അവർക്ക് സെൻസിറ്റിവിറ്റി വന്നു തുടങ്ങും. ഈവൻ ചെറിയൊരു വെള്ളം കുടിക്കുമ്പോഴോ തണുത്തത് എന്തെങ്കിലും കഴിക്കുമ്പോഴോ. കാരണം ഇനാമലിന്റെ തൊട്ട് താഴെയുള്ള ഡെന്റീനും നമ്മുടെ പല്ലിന് ജീവൻ വെക്കുന്ന ഞരമ്പുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന പൾപ്പ് എന്ന് പറയുന്ന ലെയറും ഒരു ചെറിയ ട്യൂബ്യൂൾസ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് സെൻസിറ്റിവിറ്റി പിന്നെ വരും. കാലക്രമേണ തേയ്മാനം സംഭവിച്ചു പോകുമ്പോഴത്തേക്കും പല്ലിന്റെ ഞരമ്പ് ഇൻവോൾവ് ആവും, പെയിന് വരും, ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. അതെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവർ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടർ, ഇതെല്ലാം ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് കൊടുക്കുന്നത്? ഡിപ്പെൻസ്. നമ്മൾ പേഷ്യന്റിനെ കാണുന്ന അവർ ഏത് സ്റ്റേജിലാണ് എന്നതിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. ഇപ്പം കുറച്ചൊക്കെ അവർ ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ ഫുൾ ഓറൽ സ്കെയിലിംഗ് കൊടുക്കാം, ഫുൾ മൗത്ത് ഡെന്റൽ സ്കെയിലിംഗ് കൊടുക്കാം. ഏതൊരു അവർക്ക് എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓയിൻമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് അവരുടെ ആ ഒരു ഹാബിറ്റ് റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള കൗൺസിലിങ്സ് മാക്സിമം കൊടുക്കാം. ഇനി യൂസ് ചെയ്യരുത് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മൗത്ത് വാഷസും അങ്ങനെ യൂസ് ചെയ്ത് പോവാം. ഈ പല്ലൊക്കെ പൊടിഞ്ഞു പോയി അല്ലെങ്കിൽ ഈ ഒരു ഇനാമിലൊക്കെ നഷ്ടപ്പെട്ടു പോയ പല്ലുകളെ പിന്നെ വീണ്ടും റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് സ്ട്രക്ചർ ഉണ്ട്, പല്ല് ഒരുപാട് ഈ പറഞ്ഞ പോലെ പൊടിഞ്ഞു പോയിട്ടില്ല, നമുക്ക് അത്യാവശ്യം സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ പേഷ്യന്റിന് പുളിപ്പും സെൻസിറ്റിവിറ്റിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേര് ചികിത്സ ചെയ്ത് ഞരമ്പിന്റെ പോർഷനെ എല്ലാം എടുത്ത് മാറ്റി ഫില്ല് ചെയ്ത് നമുക്ക് ആ പല്ലിനെ ബിൽഡ് ചെയ്ത് എടുത്ത് ക്യാപ്പ് ഇട്ട് സംരക്ഷിക്കാം. എന്നിട്ടും ഇവര് ആ ഒരു സ്ട്രക്ചർ ഇല്ലാതെ ആവുന്ന അവസ്ഥ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ പല്ലിനെ എടുത്ത് മാറ്റേണ്ടി വരുന്നത്. പല്ല് എടുത്തു മാറ്റി കഴിഞ്ഞാൽ പിന്നെ വെപ്പുപല്ല് വെക്കാം. വെപ്പുപല്ല് വെക്കുന്നതിനും പല ടൈപ്പ് ഓഫ് വെപ്പുപല്ല് വെക്കുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ വേറൊരു പല്ലുകളെ ഡിസ്റ്റർബ് ചെയ്യാതെ പല്ല് പോയ ഭാഗത്ത് മാത്രം പല്ല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് ട്രീറ്റ്മെന്റ്സ് ചെയ്യാം. ഇംപ്ലാന്റ് നമ്മുടെ പല്ല് പോയ ഭാഗത്തുള്ള എല്ലിനകത്തോട്ട് ഇംപ്ലാന്റ് ഘടിപ്പിക്കും. അപ്പോൾ നമ്മൾ വേറൊരു പല്ലിൻ്റെ സപ്പോർട്ട് എടുക്കണ്ട. ഈ ഇംപ്ലാന്റ് നമ്മൾ നഷ്ടപ്പെട്ടു പോയ പല്ലിൻ്റെ വേരായിട്ട് അതിൻ്റെ റൂട്ടായിട്ട് ആക്ട് ചെയ്യും. ആ ഇംപ്ലാന്റിന്റെ പുറത്ത് നമ്മളൊരു പുതിയ ആർട്ടിഫിഷ്യൽ ടൂത്ത് വെച്ച് കൊടുക്കുന്നു. അതൊരു പ്രൊസീജിയറാണ്. ഇല്ല എങ്കിൽ അടുത്ത രണ്ട് പല്ലുകളുടെ തൊട്ട് മുന്നിലും പുറകിലുമുള്ള പല്ലുകളുടെ സപ്പോർട്ട് എടുത്തിട്ടും നമുക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്യാം. നമ്മൾ നഷ്ടപ്പെട്ടു പോയ പല്ലിനെ അവിടെ ആർട്ടിഫിഷ്യലി നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ സപ്പോർട്ട് എടുക്കുന്ന പല്ലുകളെയും നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് അതിന് വീണ്ടും അതിന്റെ പുറത്ത് നമ്മൾ ക്യാപ്പുകൾ വരും, ബ്രിഡ്ജ് എന്ന് പറയും, ക്യാപ്പുകൾ വരും. ഈ പല്ല് പോയ ഭാഗത്തും പല്ല് വരും. പല്ല് വെക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു പ്രോസസ്സിലുള്ളത്. ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്താലല്ലേ നമുക്ക് പുഞ്ചിരിക്കാൻ പറ്റില്ല, നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു കോസ്മെറ്റിക്സ് ആ ഒരു കോൺഫിഡൻസ് പോകുന്നു, നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു. ഇത് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളായിരുന്നാലും വലിയവരായിരുന്നാലും അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കുറേ എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സും കൂടി ഇല്ലേ ഡോക്ടർ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്? അപ്പോൾ അതും കൂടി ഒന്ന് എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ മുൻവശത്തെ പല്ലുകൾ അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന വിസിബിലിറ്റി എത്രത്തോളം ഉണ്ട് ആ കണക്കിനുള്ള പല്ലുകളാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്ക് പല്ല് മേ ബി എന്തെങ്കിലും ആക്സിഡൻ്റലി പൊട്ടിപ്പോകാം, അല്ലെങ്കിൽ പറഞ്ഞ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ നോർമലി കിട്ടുന്ന തന്നെ ലോക്കലി ആയിട്ടുള്ള ഈ പാൻപരാഗ പോലത്തെ ചവച്ചവർക്ക് അവർക്ക് ഈ പല്ല് തേയ്മാനം സംഭവിച്ച് പോകുന്നവർക്കും നമുക്ക് ക്യാപ്പ് ചെയ്യാം. അതും ഈസ്തെറ്റിക് കറക്ഷൻസ് കുറേ ഉണ്ട്. അതിലൊന്നാണ് വെനി ട്രീറ്റ്മെൻറ്റ് പറയും. നമ്മൾ സ്ട്രക്ചറുള്ള പല്ലുകളാണെങ്കിൽ പുറമേ നിന്ന് മാത്രം പല്ലുകളെ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് ചെറുതാക്കി നമ്മളൊരു ക്യാപ്പ് വെക്കുന്ന പോലെ, നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിൽസ് വെക്കുന്ന പോലെ പല്ലിലോട്ട് ക്യാപ്പ് വെക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് സ്ട്രക്ചർ നമ്മൾക്ക് പോകത്തില്ല, അടിയിൽ നിന്നൊന്നും സ്ട്രക്ചർ പോകത്തില്ല.
അല്ലാണ്ട് മാത്രമാണ് നമ്മൾ പുറമേ നിന്ന് മാത്രം ക്യാപ്പ് വെച്ച് പോവും. അതാണ് വെനി ട്രീറ്റ്മെന്റ് പറയുന്നത്. ഒരു ആർട്ടിഫിഷ്യലി ട്രീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എസ്തെറ്റിക് കറക്ഷനാണത്. എസ്തെറ്റിക് കറക്ഷനാണ് വെനി ട്രീറ്റ്മെന്റ്. വെനിയർ ട്രീറ്റ്മെന്റ് അല്ലേ? ഓക്കെ. ഈ ഒരു വെനിയർ ട്രീറ്റ്മെന്റും ഇതിനൊക്കെ നല്ല ഒരു കോസ്റ്റ് ആവുമല്ലോ Cost അല്ലേ? ആവും. നല്ല കോസ്റ്റ് ആവും. അപ്പം സ്വന്തം പല്ലുകൾ നന്നായിട്ട് സൂക്ഷിക്കുക. അതാ ഞാൻ പറഞ്ഞത്. നമുക്കിപ്പം കോസ്റ്റും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ തുടക്കത്തിലേ അതിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഇത് പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1000 റുപ്പീസോ അല്ലെങ്കിൽ ഒരു 2000 രൂപ ചിലവാക്കേണ്ടടുത്ത് ഫെർദർ നിങ്ങൾ വെയിറ്റ് ചെയ്യും തോറും അത് ഡിസ്ട്രക്ട് ചെയ്ത് പോകും തോറും ഈ പറഞ്ഞ ഇംപ്ലാന്റ് ട്രീറ്റ്മെന്റ്സിനൊക്കെ എബൌട്ട് 20,000 അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും. അപ്പം നമ്മൾ എത്രയും മിനിമലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേജിൽ വന്ന് ട്രീറ്റ് ചെയ്താൽ അവർക്കും ഒരുപാട് ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ നിന്ന് പൈസ ആവത്തില്ല. പക്ഷെ ഇവരിങ്ങനെ വരത്തില്ല. അവരെല്ലാം അത്രയും അഡ്വാൻസ്ഡ് സ്റ്റേജ് ആവുമ്പോഴായിരിക്കും വരുന്നത്. കാരണം അത്രയും ട്രീറ്റ്മെന്റ്സും കോസ്റ്റ്ലി ആയിരിക്കും അതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരായിരുന്നാലും യൂസ് ചെയ്യാത്തവരായിരുന്നാലും എന്തായിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പല്ലുകളാണ്, നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ സൗന്ദര്യമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മളോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചത് ഡോക്ടർ സുരഭി. താങ്ക് യു സോ മച്ച്.